ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഡ്രോയർ ഉണ്ടാക്കിയാലോ. സ്മോൾ ഡ്രോയർ, വലിയ ഡ്രോയർ ഒന്നുമല്ല. അതിനെ നമുക്ക് സ്കെയിലൊക്കെയാണ് വേണ്ടത്. അപ്പം ഞാൻ ഓരോ ഇങ്ങനെ ആയിട്ട് മൂന്നെണ്ണം ആയിട്ട് ഇങ്ങനെ മടക്കിക്കൊണ്ട് കൊടുത്തു. വലിയ സ്കെയിൽ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ഉപകാരം. പിന്നെ 3 സൈഡ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ മടക്കി കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ ഒന്നിട്ട് മടക്കുക. ഇതുപോലെ ഇങ്ങനെ 3 വട്ടം മതി കേട്ടോ. 3 വട്ടം മതി. അങ്ങനെ നമ്മൾ ഇങ്ങനെ 3 വട്ടവും ഇങ്ങനെ 3 വട്ടവും. ചുമ്മാ അല്ല, എക്സ് കളിക്കുന്നതിൻ്റെ പോലത്തെ ഒരു വര, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി ഇത് ബോക്സ് ആക്കലാണ് പണി. അപ്പം നമുക്ക് ഒന്ന് ബോക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 15x15 സൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ബോക്സ് ആക്കി എടുക്കണം. ഞാൻ അങ്ങനെ ഒരു ബോക്സ് കൂട്ടി എങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ആദ്യം ഇവിടുന്ന് വെച്ച്, പിന്നെ ഇവിടുന്ന് വെച്ച്, പിന്നെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അത്രയല്ലേ ഉള്ളൂ. ഈസി. ഇതുപോലെ 2 ബോക്സാണ് കേട്ടോ ഇങ്ങനെ മടക്കിയൊട്ടിക്കാൻ. ഇങ്ങനെ മടക്കിയാൽ മാത്രം പോരാ, ഒട്ടിക്കണം. അപ്പം ഞാൻ ഒട്ടിച്ചിട്ട് വരാം. ഇതിങ്ങനെ ചെയ്തിട്ട് എന്തുണ്ടാക്കാൻ? വേറെന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം. നമുക്കിന്ന് ഡ്രോയർ വേണ്ട, നമുക്ക് വേറെന്തെങ്കിലും. ഇതൊരു ബാസ്ക്കറ്റായിട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ബോക്സ് കൊണ്ട് നമുക്ക് ബാസ്ക്കറ്റാക്കി എടുക്കാം. അതിനായി ഞാനൊരു പേപ്പറും വെച്ചൊരു ചെറിയ ഒരു വള്ളി പോലത്തെ ഒരു ഷേപ്പ് കണ്ട ഗൈസ്, ആടുന്നുണ്ടോ? പാമ്പുകൾ ആടുന്ന പോലെ ഉണ്ട്. ഇനി നമ്മൾ ഇതുപോലെ എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഫെവി സ്റ്റിക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഫെവി സ്റ്റിക്കും വെച്ച് യൂസ് ചെയ്യുന്നത്. സെലോ ടേപ്പോ ഗ്ലൂവോ ഇതും വെച്ച് വേണമെങ്കിൽ ഒട്ടിക്കാം. അപ്പം ഞാൻ സെലോ ടേപ്പാണ് എടുത്തത്. സെലോ ടേപ്പ് ഒട്ടിയുമല്ലോ, ഫെവി സ്റ്റിക്ക് ഒരുപാടൊന്നും ഒട്ടത്തില്ല. ഞാൻ സെലോ ടേപ്പ് എടുത്തിട്ട് എന്നിട്ട് മുറിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സെലോ ടേപ്പ് നമ്മൾ 2 പീസായിട്ട് എടുക്കണം. കണ്ടോ, 2 പീസായി. ഇനി നമുക്ക് നമ്മുടെ ഈ വള്ളിയിൽ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ നട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഞാൻ ഈ സൈഡും അതുപോലത്തെ നട്ടിച്ചു കൊടുത്തു. ഈ സൈഡും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഷടാ, മൊത്തത്തിൽ ഇളകി വന്ന. അങ്ങനെ നമ്മുടെ ബാഗ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രിസ്മസിൻ്റെ പെയിൻ്റ് അടിച്ചായിട്ട് എടുക്കാം. അങ്ങനെ ഞാൻ ബഡ്സും വെച്ചൊന്ന് കുത്തി ഒന്ന് റെഡിയാക്കി. ഇനി നമുക്ക് വേറൊന്നുമില്ല, നമ്മുടെ ഇങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെയൊക്കെ എടുത്ത് വെക്കുക. കനം കുറഞ്ഞ എന്തെങ്കിലുമൊക്കെയാണ് സാധനങ്ങൾ എടുത്ത് വെക്കേണ്ടത്. കണ്ടോ ഗൈസ്, വെയിറ്റ് താങ്ങും. ബൈ.